നമസ്കാരം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരല്പം ദൈർഘ്യം കൂടാൻ സാധ്യതയുണ്ട്. ക്ഷമയോടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ചരിത്രത്തിന്റെ ചൂളം വിളി ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കും. 10-12 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കഥ പറയാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി 2 ദിവസം മുമ്പ് യൂറോപ്പ് സന്ദർശനത്തിനിടയിൽ കുറച്ച് ചെമ്പ് പാളികൾ അദ്ദേഹം ഏറ്റുവാങ്ങി. 11ാം നൂറ്റാണ്ടിലെ ചോള ചെമ്പ് പാളികൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. ഹോളണ്ടിൽ നിന്നാണ്, നെതർലൻഡ്സിൽ നിന്നാണ് അദ്ദേഹത്തിന് അത് ഏറ്റുവാങ്ങാൻ പറ്റിയത്. ദി അനൈമംഗലം കോപ്പർ പ്ലേറ്റ്സ് issued by the great Chola king Rajendra Chola in 1044-1046 AD, confirming the land grants given to a Buddhist monastery in Nagapattinam by his father, the great Rajaraja Chola, came to the Netherlands in 1713 AD. ഇന്ത്യയിൽ നിന്ന് 1713 ഹോളണ്ടിലെത്തിയതാണ് ഈ ചെമ്പ് പാളികൾ. ഒരു പുരോഹിതനാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയത്. ഇതിന്റെ കഥ പറയാൻ ഇത് വലിയ ചരിത്രമാണ്. പെട്ടെന്ന് ഒരു അരമണിക്കൂറിലൂടെ അല്ല, ഒരു 10 മിനിറ്റിലൂടെ 15 മിനിറ്റിലൂടെ ഈ കഥ പറഞ്ഞ് തീർക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതിന് നമ്മളെ സഹായിക്കുന്നത് കുന്താവിയോ മന്ദാകിനിയോ നമ്മുടെ പൊന്നിയൻ സെൽവനിലെ നായികമാരോ അല്ല. അൽഫോൺസ ജോസഫ് ആൻഡ് ബുഷ്ര ബീഗം ആർക്കെ അവര് 2019 സമർപ്പിച്ച ഒരു പഠന റിപ്പോർട്ടിൽ നിന്നാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അത് സംബന്ധിച്ച് കിട്ടുന്നത്. അവരുടെ റിപ്പോർട്ടിലെ പേജ് 539, ദ സീ ചാനൽ നിയർ ദി ഫോർട്ട് ആൻഡ് ദ ഫിഷിംഗ് ഹാർബർ, നമ്മുടെ തുറമുഖത്തെ കുറിച്ചാണ് പറയുന്നത്. ദ സീ ചാനൽ നിയർ ദ ഫോർട്ട് ആൻഡ് ദ ഫിഷിംഗ് ഹാർബർ ഇൻ ദ സദേൺ സൈഡ് ഓഫ് ദ ഫോർട്ട് ക്ലിയർലി corroborate with versa 79 of the Thiruvilangadu inscription of Rajaraja I. ഇത് ഇടയ്ക്ക് സെയിലിംഗ് കമന്ററി സൂചിപ്പിച്ചിട്ടുള്ള കഥയാണ്. ഹൂസ് പ്രോപ്പർ നെയിം വാസ് അരുൾമൊഴി വർമ്മൻ. അരുൾമൊഴി വർമ്മൻ നമുക്ക് പൊന്നിയൻ സെൽവനിലൂടെ പരിചയപ്പെട്ട പേരാണ്. That he has been starting his conquest, ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ രാജ്യവ്യാപനം, കടൽ ആക്രമണം. ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ രാജ്യാതിർത്തികൾ വിപുലപ്പെടുത്തുന്ന കീഴടക്കലുകൾ തുടങ്ങുന്നത്. He has been starting his conquest from the south, that is East King Amarabhujanga, a Pandya king, and his general captured Vilignam, which had the sea for its moat. ഈ പറയുന്ന പ്രദേശത്ത് ഒരു കടൽ അതിർത്തിയുണ്ട്, ഒരു മോട്ടുണ്ട്. മോട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? സംരക്ഷണത്തിന് വേണ്ടി ട്രെഞ്ച് കുഴിച്ച് അവിടെ വെള്ളം കയറ്റിയിരിക്കുന്ന ഒരു മോട്ടുണ്ട്. 10-12 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ നമ്മുടെ 2 സഹോദരിമാർ ചികഞ്ഞെടുത്ത് അതിന്റെ ചില കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ അവതരിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. രാജരാജ ഫെസ്റ്റ് നമുക്ക് വളരെ പരിചയമുള്ള പേരാണ്. അദ്ദേഹത്തിന്റെ തേരോട്ടം ജൈത്രയാത്രയുടെ ഭാഗമായി തകർക്കപ്പെട്ട ഒരു പോർട്ട് നഗരമാണ് നമ്മുടെ പ്രദേശം. വിഴിഞ്ഞം, കാന്തള്ളൂർ ശാല, തിരുവനന്തപുരം. കാന്തള്ളൂർ ശാല is often mentioned in the Chola inscriptions. The very inscription denotes that Rajaraja Chola destroyed the ships in the roadstead. എന്താണ് ഈ റോഡ്സ്റ്റെഡ് എന്ന് പറയുന്നത്?
എ ഷെൽട്ടേർഡ് ബോഡി ഓഫ് വാട്ടർ നിയർ ദ ഷോർ വെർ ഷിപ്സ് ക്യാൻ സേഫ്ലി ഡ്രോപ്പ് ആങ്കർ. നമ്മുടെ ഇന്നത്തെ പോലെ 3 കിലോമീറ്റർ ബ്രേക്ക് വാട്ടർ ഒന്നുമില്ല. ചെറിയ ഒരു കടലിന് ബേ എന്ന് പറയാം, കരയിലോട്ട് കയറി കിടക്കുന്ന ഒരു ചെറിയ പ്രദേശം. അവിടെ അടുപ്പിച്ചിരുന്ന കപ്പലുകളെയൊക്കെ രാജരാജ ചോളൻ നശിപ്പിച്ചു. ദ രാജരാജ ചോള ഡിസ്ട്രോയിഡ് ദ ഷിപ്സ് ഇൻ ദ റോഡ്സ്റ്റെഡ് ഓഫ് കാന്തള്ളൂർ. അപ്പോ കാന്തള്ളൂർ ശാലയും നമ്മുടെ വിഴിഞ്ഞവും ഒക്കെ രംഗത്ത് വരികയാണ്. ഇതെല്ലാമാണ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങിയ ചെമ്പ് തകിടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജാതിരാജ ഈസ് സെറ്റ് ടു ഹാവ് കിൽഡ് ദ കിങ് ഓഫ് വേണാട് ട്രാവൻകൂർ, put to fight the Chera Kerala king and destroyed his ships at Kandalur Shala. ഒരുപാട് തവണ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന ചില വാചകങ്ങളാണ്. കാന്തള്ളൂർ ശാല നശിപ്പിക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന കപ്പലുകളെയൊക്കെ കത്തിച്ചു കളയുന്നു തുടങ്ങിയ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട്. രാജരാജ ഈസ് റെഫേർഡ് ടു ബൈ ദ സിമ്പിൾ എപ്പിത്തേറ്റ് കാന്തള്ളൂർ ശാലൈ, കലം അറുത്ത രാജകേസരി വർമ്മൻ. വലിയ ഡിഗ്രിയാണ്. കലമറുത്തതെന്ന് പറഞ്ഞ എന്താണ്? കപ്പൽ കത്തിച്ച് നശിപ്പിച്ച എന്നുള്ള ഒരു വ്യാഖ്യാനം. അത് അദ്ദേഹത്തിന്റെ ഡിഗ്രി ആയിട്ട് കലമറുത്ത രാജകേസരി വർമ്മൻ. എവിടത്തെ? കാന്തള്ളൂർ ശാലയിൽ. കാന്തള്ളൂർ ശാലയെ കലമറുത്ത രാജകേസരി വർമ്മൻ. കലമറുത്തതിനെ കുറിച്ച് 2 വ്യാഖ്യാനമുണ്ട്. ദ ഡിസ്ട്രക്ഷൻ ഓഫ് എ ഫ്ലീറ്റ്, ഒരു നിരയായിട്ടുള്ള കപ്പലുകളെ അദ്ദേഹം നശിപ്പിച്ചു. രണ്ടാമത്തത് റെഗുലേഷൻ ഓഫ് ഫീഡിംഗ് അറ്റ് കാന്തള്ളൂർ. കാന്തള്ളൂർ ശാലയിൽ ഭക്ഷണം നൽകുന്നതിനെ സംബന്ധിച്ച ഒരു റെഗുലേഷൻ. ഈ 2 വ്യാഖ്യാനവും ചരിത്രകാരന്മാർ നൽകുന്നുണ്ട്. എന്തായാലും രണ്ടും കാന്തള്ളൂരാണെന്നുള്ളത് ഈ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ഏടുകളാണ്. ഇനി നമുക്ക് അതിന്റെ അവസാന ഭാഗത്തിലോട്ട് പോയാൽ നമുക്ക് വളരെ പരിചയമുള്ള പൊന്നിയൻ സെൽവൻ, ആ സിനിമയുടെ അവസാന ഭാഗം എങ്ങനെയായിരുന്നു? അരുൺമൊഴിവർമ്മൻ, അരുൾ എന്നുള്ളത് പിന്നീട് പിൽക്കാലത്തത് അരുൺമൊഴിവർമ്മൻ ബിക്കംസ് രാജരാജ ചോള ഫെസ്റ്റ്. ദ ഫിലിം എൻഡ്സ് വിത്ത് ആൻ ഓൾഡർ അരുൾമൊഴി, നൗ എംപറർ, ലുക്കിംഗ് അറ്റ് എ ചോള ഷിപ്പ് സെയിലിംഗ്. യാത്രയാകുന്ന ഒരു ചോള ഷിപ്പ് നോക്കി നിൽക്കുന്നതാണ് പൊന്നിൻ സെൽവൻ 2ാം ഭാഗത്തിന്റെ അവസാന രംഗം. ചരിത്രത്തിലെ ഈ കപ്പലോട്ടങ്ങളുടെയും കടന്നാക്രമണങ്ങളുടെയും കഥകൾ പറയുന്ന സെയിലിംഗ് കമന്ററി കേട്ടുകൊണ്ട് ഒരാൾ 2 ദിവസം മുമ്പ് നടത്തിയ ട്രെയിൻ യാത്രയുടെ ചിത്രം ഷാജി എന്ന സെയിലിംഗ് കമന്ററിയുടെ മറ്റൊരു സുഹൃത്ത് അദ്ദേഹം അറിയാതെ പകർത്തിവെച്ചു. ട്രെയിൻ ആരുവാൾ മൊഴി ലക്ഷ്യമിട്ടാണ് യാത്ര ചെയ്യുന്നത്. 2 ദിവസം മുമ്പുള്ള സംഭവമാണിത്. ഒരു ട്രെയിൻ ആരുവാൾ മൊഴി, തമിഴ്നാട്ടിലെ നാഗർകോയിൽ ഭാഗത്തെ ട്രെയിൻ മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ സെയിലിംഗ് കമന്ററി കാണുകയാണ്, കേൾക്കുകയാണ്. ഇത് കാണുന്ന മറ്റൊരാൾ, ഇവര് 2 പേരും തമ്മിൽ പരിചയമില്ല, ഇത് കാണുന്ന മറ്റൊരാൾ ആ ചിത്രം പകർത്തി വെച്ചു. സെയിലിംഗ് കമന്ററി കാണുന്നത് ട്രെയിൻ ആരുവാൾ മൊഴി ലക്ഷ്യമിട്ടാണ് പോകുന്നത്. അതേ സമയത്ത് മറുവശത്ത് ചോള പ്രോസ്പെരിറ്റി എന്ന ഒരു കപ്പൽ TRVയുടെ മുന്നിലൂടെ ഇന്നലെ കടന്നു പോവുകയും ചെയ്തു. ചോള പ്രോസ്പെരിറ്റി ആർക്കായിരുന്നു? നമുക്കത് ഒരു പുഷ്കല കാലമായിരുന്നു. അങ്ങനെ ചോള സാമ്രാജ്യത്തിന്റെ നേട്ടങ്ങൾ പറയുമ്പോൾ നമ്മുടെ പോർട്ടും നമ്മുടെ നഗരവും ഒക്കെ തച്ചുടച്ചതിന്റെ ചരിത്രം പേർന്ന ചെമ്പുപാളികളാണ് നമ്മുടെ പ്രധാനമന്ത്രി നെതർലൻഡ്സിൽ പോയി ഏറ്റുവാങ്ങിയത്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കുവാനുണ്ടാവും. നേട്ടങ്ങളുണ്ടാവാം, കോട്ടങ്ങളുണ്ടാവാം, കീഴടക്കലുകളുണ്ടാവാം, കിരീടധാരണങ്ങളുണ്ടാവാം. എന്തായാലും ഈ ചരിത്രമൊക്കെ പഠിച്ചുകൊണ്ട് നമ്മുടെ പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തുറമുഖത്തിന്റെ കഥകൾ വിജയകഥകളായി മാറുന്ന ഒരു കാലത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 10 നൂറ്റാണ്ടോ 12 നൂറ്റാണ്ടോ പിന്നിലുള്ള ഈ പടയോട്ടങ്ങളുടെ കഥകളും നമുക്ക് വായിച്ചു പോകാം.